നിങ്ങളിലേക്ക് വരാനിരിക്കുന്ന ആ ഒരു അനുഗ്രഹങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. ഡെഫിനിറ്റ്ലി നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യം നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നു എന്ന് തന്നെയാണ് ഇവിടെ കാണുന്നത്. വളരെ പോസിറ്റീവായിട്ടുള്ളൊരു സൈനാണ്. മേ ബി നിങ്ങൾ ഇപ്പോൾ റിലേഷൻഷിപ്പിൽ നോ കോണ്ടാക്റ്റിലോ സെപ്പറേഷനിലോ ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കിടയിൽ ഒരു റീയൂണിയൻ പോസിബിലിറ്റി ആണ് ഇവിടെ കാണുന്നത്. ഓക്കെ. യെസ്. ഇപ്പോൾ നിങ്ങൾ സെപ്പറേഷനിലാണ്. അതിൻ്റെ ഒരു പെയിൻഫുൾ സിറ്റുവേഷനിലാണെന്ന് കാണുന്നുണ്ട്. ഓക്കെ. അപ്പോൾ നിങ്ങളായിട്ട് തന്നെ അതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ അതിന് വേണ്ടിയിട്ട് ഒരു എഫേർട്ട് എടുക്കുന്നുണ്ട്. മേ ബി അതൊരു ആക്ഷൻ ആയിരിക്കാം. ഈ വ്യക്തി നിങ്ങളുമായിട്ടുള്ള റിയൂണിയൻ തന്നെയാണ് കാണുന്നത്. ആ ഒരു വ്യക്തി നിങ്ങളുമായിട്ട് റിയൂണിയന് വേണ്ടിയിട്ട് ഒരു എഫേർട്ട് എടുക്കുന്നുണ്ട്. യെസ്. ഇപ്പോൾ എന്താണോ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത് ആ ഒരു സെയിം ഫീലിംഗ് നിങ്ങളുടെ പേഴ്സണിൽ ഉണ്ടാവുന്നുണ്ട്. ദാറ്റ് മീൻസ് ഡെഫിനറ്റ്ലി ഈ സെപ്പറേഷൻ നിങ്ങളെ രണ്ടുപേരെയും ഒരുപോലെയാണ് വേദനിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ ചിന്തകൾ എന്തൊക്കെയാണ്, നിങ്ങളുടെ ആ ഒരു തോട്ട് പാറ്റേൺസ് എല്ലാം ഈ വ്യക്തിക്ക് വളരെയധികം അറിവുള്ളതായിട്ട് കാണുന്നുണ്ട്. മേ ബി നിങ്ങൾക്കിടയിൽ ടെലിപ്പതി കമ്മ്യൂണിക്കേഷൻ പോലും നടക്കുന്നുണ്ടാവാം. ഈ ഒരു പേഴ്സൺ തീർച്ചയായിട്ടും നിങ്ങളുടെ ഒരു ലൈഫ് ജേണിയിലുള്ള അല്ലെങ്കിൽ ഒരു ഡെസ്റ്റിനിയിലുള്ള ഒരു പേഴ്സൺ ആണെന്ന് തന്നെയാണ് ഇവിടെ നമ്മൾക്ക് വ്യക്തമായിട്ട് കിട്ടുന്ന ഒരു അത് മേ ബി നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ ഒരു എന്താണ് നിങ്ങളുമായിട്ട് ഒന്നിച്ചു ചേരണമെന്ന് വളരെ അഗാധത്തിൽ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിലും അവര് ഒരു അവർക്കൊരു ഭയമാണ്. കാരണം അവര് നിങ്ങളുടെ ലൈഫിലേക്ക് തിരികെ വന്നാല് നിങ്ങള് മറ്റ് റിലേഷൻഷിപ്പിലേക്ക് പോയിട്ടുണ്ടോ അല്ലെങ്കിൽ നിങ്ങള് അവരെ അവഗണിക്കുമോ എന്നെല്ലാമുള്ളൊരു ഭയം അവരുടെ മനസ്സിലുള്ളതായിട്ട് കാണുന്നുണ്ട്. ഓക്കെ. അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് ഒരുപാട് പോസിറ്റീവ് സൈൻസ് കിട്ടുന്നുണ്ട്. മേ ബി വൈറ്റ് കളേഴ്സിലുള്ള ഫെദേഴ്സ് അല്ലെങ്കിൽ ബേർഡ്സ്, ബട്ടർഫ്ലൈസിനെയൊക്കെ നിങ്ങൾ കാണുന്നുണ്ടാവാം. യൂണിവേഴ്സ് തന്നെ നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നതിൻ്റെ ആ ഒരു സൈൻസ് ആണ് നിങ്ങൾക്ക് കിട്ടുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ. ഈ ഒരു പേഴ്സണെ അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിനെ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ട്രസ്റ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ. അപ്പോൾ ഇതിൽ ഓവറോൾ എനർജി നമുക്ക് നോക്കുമ്പോൾ തന്നെ ഒരുപാട് പോസിറ്റീവ് സൈൻസ് ആയിട്ട് നമുക്കിവിടെ ഫീൽ ചെയ്യുന്നുണ്ട്. എല്ലാ കാര്യങ്ങളും ആ ഒരു റീയൂണിയൻ പോസിബിലിറ്റിയെ തന്നെയാണ് കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു പോസിറ്റീവ് സൈൻ വരുന്നുണ്ട്. ഓക്കെ. നിങ്ങളുടെ ഇൻറ്റ്യൂഷൻസ് വിശ്വസിക്കുക. നിങ്ങളുടെ മനസ്സ് പല കാര്യങ്ങളിലേക്ക് നിങ്ങളെ കോൺസെൻട്രേറ്റ് ചെയ്യിപ്പിക്കുന്നുണ്ടാവാം. പല തെറ്റിദ്ധാരണകളും നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്കിടയിൽ ഉണ്ടായിട്ടുണ്ടാവാം. പക്ഷേ അതെല്ലാം നിങ്ങൾ മനസ്സിലാക്കുക. ആ വ്യക്തി നിങ്ങളെ വളരെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നുണ്ട്. പല ട്രസ്റ്റ് ഇഷ്യൂസും നിങ്ങൾക്കിടയിലുണ്ട് എന്നിവിടെ വ്യക്തമാണ്. അതിൻ്റെ പേരിലാണ് ഈ ഒരു സെപ്പറേഷൻ നിങ്ങൾ രണ്ടുപേരും അനുഭവിക്കുന്നത് എന്ന് മനസ്സിലാക്കുക. ഓക്കെ. അപ്പോൾ നിങ്ങൾ ഒരു ട്വിൻ ഫ്ലെയിം ജേണിയിലായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളൊരു സോൾമേറ്റ് കണക്ഷൻ ആയിരിക്കാം പലർക്കും. യൂണിവേഴ്സായിട്ട് തന്നെ ഈ റിലേഷൻഷിപ്പിൽ നിങ്ങളെ ഒരുമിപ്പിച്ച് ചേർത്തിട്ടുള്ള വ്യക്തികളാണ് നിങ്ങൾ. അപ്പോൾ ഈ പേഴ്സൺ നിങ്ങളുടെ ഡെസ്റ്റിനിയിലുള്ളതാണ്. പലർക്കും ഒത്തിരി പേർക്കും ഇത് ഒരു ലൈഫ് ലോങ് കമ്മിറ്റ്മെന്റ് നിങ്ങൾക്ക് ഉണ്ടാവും എന്ന് തന്നെ ഇവിടെ വ്യക്തമാണ്. യെസ്. ഇനിയും നിങ്ങൾക്ക് രണ്ടു പേർക്കും ഈ റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് കൂടുതലായിട്ട് പ്രവർത്തിക്കേണ്ടതായിട്ടുണ്ട്. നിങ്ങൾക്ക് അനുയോജ്യമായിട്ടുള്ള ഡിസിഷൻസ് എടുക്കേണ്ട സമയമായിട്ടുണ്ട് എന്നിവിടെ വ്യക്തമാണ്. ഈ ഒരു മെസ്സേജ് ആണ് നമുക്കിവിടെ കിട്ടുന്നത്. മേക്ക് എ ചോയ്സ്. നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ സ്യൂട്ടബിൾ ആയിട്ടുള്ളൊരു പേഴ്സൺ ആണ്. പക്ഷെ നിങ്ങൾ എടുക്കുന്ന തീരുമാനങ്ങൾ എപ്പോഴും റോങ് ആയി പോകുന്നുണ്ട്. മേ ബി ഈ പേഴ്സണെ നിങ്ങൾക്ക് തെറ്റിദ്ധരിക്കുന്നുണ്ടാവാം. നിങ്ങൾക്ക് ഒരു നെഗറ്റീവ് ആയിട്ടുള്ള ചിന്താഗതി ഉണ്ടാവാം. ഈ പേഴ്സണെ കുറിച്ച് ഒരുപാട് ഡൗട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവാം. ഓക്കെ. ചിലപ്പോൾ നിങ്ങളുടെ ലൈഫിൽ ചിലപ്പോൾ റൈറ്റ് ആയിട്ടുള്ളൊരു പേഴ്സൺ ആയിരിക്കാം. പക്ഷെ നിങ്ങൾക്ക് അനാവശ്യമായിട്ട് ഈ വ്യക്തിയോട് ഡൗട്ട് തോന്നുന്നുണ്ടാവാം. ഓക്കെ. അപ്പോൾ അത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു സ്റ്റക്നെസ് കൊണ്ടുവരുന്നു, സെപ്പറേഷൻ കൊണ്ടുവരുന്നു എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. സാഹചര്യങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ. ട്രസ്റ്റ് ഇഷ്യൂസ് ഉണ്ടെങ്കിൽ പരസ്പരം തുറന്ന് സംസാരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഓക്കെ. യെസ്. ഈ വ്യക്തി നിങ്ങളുടെ ലൈഫിൽ വീണ്ടും ഒരു സ്നേഹബന്ധം കൊണ്ടുവരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അത്രയ്ക്ക് ഈ വ്യക്തിക്ക് ഈ ഒരു റിലേഷൻഷിപ്പിൽ ഒരുപാട് പാഷൻ തോന്നിയിട്ടുണ്ട്. ആ വ്യക്തി
നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും മേ ബി നിങ്ങളുടെ ഭാഗത്ത് മിസ്റ്റേക്ക് ഉണ്ടായിരിക്കാം. അതെല്ലാം ക്ഷമിച്ച് തന്നെ ആ വ്യക്തി നിങ്ങളിലേക്ക് തിരികെ ഒരു സ്നേഹവുമായിട്ട് തിരികെ വരാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ. അപ്പോൾ ഒരു റീയൂണിയൻ ഇവിടെ പോസിബിലിറ്റി വളരെ കൂടുതലായിട്ട് കാണുന്നുണ്ട്. ഒരു 70% ആൾക്കാർക്കും ഒരു റീയൂണിയൻ പോസിബിലിറ്റി ആണ് ഇവിടെ കാണുന്നത്. ഓക്കെ. അപ്പോൾ ലൈഫിൽ നിങ്ങൾ എടുക്കുന്ന തീരുമാനങ്ങൾ റൈറ്റ് ആയിട്ട് ഇരിക്കുന്നു എന്ന് നിങ്ങൾ ഒന്ന് അനലൈസ് ചെയ്യുക. എന്നതിന് ശേഷം മാത്രം നിങ്ങൾ ഡിസിഷൻസ് എടുക്കുക. ഓക്കെ. ചെറിയ തെറ്റിദ്ധാരണയുടെ പേരിലൊന്നും നല്ലതായിട്ടുള്ള റിലേഷൻഷിപ്പുകൾ നിങ്ങൾ ഇല്ലാണ്ടാക്കാതിരിക്കുക. ഓക്കെ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഒന്നുകൂടി ഒന്ന് ചിന്തിച്ചതിന് ശേഷം തീരുമാനങ്ങൾ എടുക്കുക. ഓക്കെ. അവര് ഒരുപാട് ഡീപ്പായിട്ട് നിങ്ങളോട് ഫേസ് ടു ഫേസ് ആയിട്ട് പല കാര്യങ്ങളും നിങ്ങളോട് എക്സ്പ്രസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട് ഈ ഒരു സമയത്ത്. അവരുടെ യഥാർത്ഥ പ്രണയം എത്രത്തോളമാണ് അല്ലെങ്കിൽ എത്രത്തോളം സിൻസിയർ ആയിട്ടാണ് ആ വ്യക്തി നിങ്ങളെ പ്രണയിക്കുന്നത് എന്ന് നിങ്ങളോട് തുറന്ന് പറയാൻ ആ വ്യക്തി ഇപ്പോൾ ആഗ്രഹിക്കുന്നുണ്ട്. അത്രമേൽ വാല്യൂബിൾ ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ആണ് ഇതെന്ന് അവർ വിശ്വസിക്കുന്നുണ്ട്. ഓക്കെ. അവർ കാണപ്പെടുന്ന രീതിയിലല്ല അവരുടെ റിയാലിറ്റി എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അവരുടെ ഉള്ളിൽ ഒരുപാട് സ്നേഹമാണ് അല്ലെങ്കിൽ അത്രമാത്രം ആഴമേറിയിട്ടുള്ള ഒരു കണക്ഷനാണ് അവർക്ക് ഫീൽ ചെയ്യുന്നത്. ഓക്കെ. ഇപ്പോൾ ആ വ്യക്തി ഓവർ സ്ട്രെസ്ഡ് ആയിട്ട് കാണുന്നുണ്ട്. അതായത് ഒരുപാട് കാര്യങ്ങൾ അവരുടെ മനസ്സിൽ സമ്മർദ്ദങ്ങൾ കൊണ്ടുവരുന്നുണ്ട്. മേ ബി ഇതിനിടയിൽ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ടായിരിക്കാം. ആ വ്യക്തി ചിലപ്പോൾ നിങ്ങളുടെ പേഴ്സണെ കൺട്രോൾ ചെയ്യുന്നുണ്ടാവാം. മേ ബി ആ വ്യക്തിയുടെ പാരൻസ് ആയിരിക്കാം, അല്ലെങ്കിൽ കരിയറിൽ ഉള്ള ഇഷ്യൂ ആയിരിക്കാം. ഈ വ്യക്തിയെ ഒരുപാട് അവരുടെ ലൈഫിൽ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ആക്ഷൻ എടുക്കാനായിട്ട് കഴിയാത്തവണ്ണം അവരെ ഒരു സ്ട്രെസ്ഫുൾ സിറ്റുവേഷനിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. ഓക്കെ. അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് അവർക്ക് ചിലപ്പോൾ നിങ്ങൾക്ക് ഉള്ള കമ്മിറ്റ്മെൻറ്റ് തരാനൊന്നും കഴിയാത്ത സിറ്റുവേഷൻ ഉണ്ടാക്കിയിട്ടുണ്ടാവാം. യെസ്, അവർ ഫൈറ്റ് ചെയ്യാണ്. ഈ റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് അവർ ഫൈറ്റ് ചെയ്യാണ്. ഓക്കെ. അത്രത്തോളം അവർക്ക് ഈ റിലേഷൻഷിപ്പിൽ ഒരു സ്ട്രെങ്ത് കൊണ്ടുവരണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. ഓക്കെ. ഈ ഒരു സമയത്ത് ഒരുപാട് മാനസിക സമ്മർദ്ദങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ടെങ്കിലും ഈ റിലേഷൻഷിപ്പിൽ ഒരു സ്ട്രെങ്ത് വേണം. അത് ഒരു റീയൂണിയൻ വേണമെന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ഒരു മൊമെന്റ് ആണ് ഈ വ്യക്തി. ആ ഒരു സിറ്റുവേഷൻ ആണ് ആ വ്യക്തി ഇപ്പോൾ ഫേസ് ചെയ്യുന്നത്. ഓക്കെ. യു ആർ ഓൾവേസ് വിത്ത് മീ. ഓക്കെ. ഇപ്പോൾ സെപ്പറേഷനിലാണ് എങ്കിൽ പോലും അവർക്ക് ഇങ്ങനെ ഒരു ഫീലിങ്സ് ആണ്. എപ്പോഴും നിങ്ങൾ അവരോടൊപ്പമുണ്ട്. ഓക്കെ. ഐ നോ യു മിസ് മീ. ഐ ആം ഇൻകംപ്ലീറ്റ് വിത്തൗട്ട് യു. ഓക്കെ. അവർക്കറിയാം നിങ്ങൾക്കും അവരെ മിസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ അവരുടെ ലൈഫിൽ ഒരു കംപ്ലീഷൻ ഉണ്ടാവുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അവരോടൊപ്പം ഉണ്ടാവണം. ഓക്കെ. അവരുടെ ലൈഫ് ഇൻകംപ്ലീറ്റ് ആയിട്ടാണ് അവർക്കിപ്പോൾ ഫീൽ ചെയ്യുന്നത്. ദിസ് ടൈം ഐ ആം നോട്ട് റെഡി, ഗിവ് മീ ടൈം. ഓക്കെ. ഈ ഒരു സമയത്ത് അവർ റെഡി അല്ല എന്ന് പറയുന്നുണ്ട്. അവർക്ക് കുറച്ച് ടൈം നിങ്ങൾ കൊടുക്കുക.